രക്ഷിപ്പാനായി ഉന്നതം വിട്ടു മണ്ണിൽ വന്ന നാഥ സ്തുതി നിനക്ക്. സ്തുതിക്കുന്നു നാഥ അനുദിനവും സ്തുതിയുടെ മധ്യേ വസിപ്പവനേ. യോഗയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം, സെൽഫിൻ്റെ പ്രൊമോഷനാണ്. അതായത് ഞാൻ എൻ്റെ സെൽഫിനെ വലുതാക്കുകയാണ്, ഡെവലപ്പ് ചെയ്യുകയാണ്. അതിനാണ് യോഗ, എൻ്റെ സെൽഫിനെ ഡെവലപ്പ് ചെയ്യാൻ. എന്നാൽ എന്താണ് യേശു പഠിപ്പിക്കുന്നത്? സെൽഫിൻ്റെ ഡിനയലാണ് യേശു പഠിപ്പിക്കുന്നത്. ഒരുവൻ എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ ലോകം പഠിപ്പിക്കുന്ന യോഗയല്ല, അതിൻ്റെ നേരെ വിപരീതമാണ് യേശു പഠിപ്പിക്കുന്ന സെൽഫ് ഡിനയൽ. ഞാൻ ഇടയ്ക്കൊന്ന് പറഞ്ഞതാ, ഇതുപോലെ യേശുവിൻ്റെ ഉപദേശങ്ങളിലെല്ലാം ലോകത്തിൻ്റെ ടീച്ചിങ്ങിന് ഡിഫറൻ്റ് ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. ലോകക്കാർ പഠിപ്പിക്കുന്നത് പോലെ അല്ല യേശു പഠിപ്പിക്കുന്നത്. ഈ മത്തായിയുടെ സുവിശേഷത്തിൽ അന്നത്തെ സാഹചര്യം വെച്ച് അന്ന് തൻ്റെ മുന്നിലിരിക്കുന്ന ആളുകളോട് അവരുടെ മുമ്പിൽ ലോകത്തിലുള്ള ആളുകൾ, അത് റിലീജിയസ് ആൾക്കാർ തന്നെ ആയിക്കോട്ടെ, ആ റിലീജിയസ് ആൾക്കാരിൽ നിന്ന് നിങ്ങൾ എങ്ങനെ ഡിഫറൻ്റ് ആയിരിക്കണം എന്നുള്ളതാണ് യേശു ഈ ഗിരിപ്രഭാഷണത്തിൽ പഠിപ്പിച്ചത്. നിങ്ങൾ ഡിഫറൻ്റാണ്, നിങ്ങൾ വ്യത്യസ്തരാണ്. തീർത്തു പറയാണ്, നിങ്ങൾ അവരെ പോലെ അല്ല. മത്തായിയുടെ സുവിശേഷം 5 ബിയാറ്റിറ്റ്യൂഡ്സ് ഒക്കെ കഴിഞ്ഞിട്ട് കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തോന്നുകൊണ്ട് രസം വരുത്താം, പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് ഇടയ്ക്കൊന്ന് ടച്ച് ചെയ്ത് പോകണം. വിളക്ക് കത്തിച്ച് പറയെങ്കിലല്ല തണ്ടിന്മേൽ എത്ര വയ്ക്കുന്നത്, അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. അവിടെ കർത്താവ് കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഉപ്പാണ്, നിങ്ങൾ വെളിച്ചമാണ്. സെൽഫ് ഡിനയലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഈ 2 കാര്യങ്ങൾ നമ്മളൊന്ന് ആലോചിച്ച്, ഉപ്പിൻ്റെ പ്രത്യേകത എന്താ? ഉപ്പ് രുചി വരുത്തുന്നതാണെന്നുള്ളത് ശരിയാ, പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഉപ്പ് അത് രുചി വരുത്തും തോറും അത് ഇല്ലാതെയാവുകയാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉപ്പ് കൂട്ടിക്കെട്ടി വെച്ചാൽ പറ്റില്ല, അത് കറിക്കകത്ത് ഇടുകയാണെന്ന് വെച്ചോ, അപ്പോൾ നാച്ചുറലി എന്ത് സംഭവിക്കുന്നു? ഉപ്പ് അലിഞ്ഞ് ഇല്ലാതെയാകുന്നു, പക്ഷേ കഴിക്കുന്നവർക്ക് രുചി കിട്ടുന്നു. ഉപ്പിൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടിയാ, ഉപ്പിന് വേണ്ടിയല്ല. വെളിച്ചം, ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചാൽ എന്താ സംഭവിക്കുന്നത്? ആ മെഴുകുതിരി ഉരുകുകയാണ്. വിളക്ക് കത്തിച്ച് എണ്ണ ഒഴിച്ചാൽ എണ്ണ തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ പ്രത്യേകത, നിങ്ങൾ എങ്ങനെയുള്ളവരാണ്? നിങ്ങൾ നിങ്ങളെ തന്നെ അങ്ങോട്ട് കൊടുക്കുന്നവരാണ്, അല്ലാതെ എല്ലാം ഇങ്ങോട്ട് വാങ്ങിക്കുന്നവരല്ല. അങ്ങോട്ട് കൊടുക്കുന്നവരാണ്, സ്വയം ഇല്ലാതെയാകുന്നവരാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കർത്താവ് പഠിപ്പിച്ചത് സെൽഫിൻ്റെ ഡിനയലാണ്, അല്ലാതെ സെൽഫിൻ്റെ പ്രൊമോഷൻ അല്ല. ഓക്കെ, വീണ്ടും നമുക്ക് ആ ഭാഗത്തേക്ക് വരേണ്ട ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് നമുക്ക് വരാം. അവിടെ 5-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ 20-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇപ്പം കർത്താവ് കൃത്യമായിട്ട് പറയുകയാണ്, നിങ്ങൾ ശാസ്ത്രിമാരെ പോലെയോ പരീശന്മാരെ പോലെയോ ആകരുത്. എന്നിട്ട് ശാസ്ത്രിമാർ വിശ്വസിക്കുന്നതും പരീശന്മാർ വിശ്വസിക്കുന്നതുമായ കാര്യങ്ങളിൽ നിന്നുള്ള ഡിഫറൻസ് കർത്താവ് പറയുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ അതിൻ്റെ 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കർത്താവ് പറയുന്നത്, പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെ പോലെ ആകരുത്. അപ്പോൾ 3 കൂട്ടരെ കുറിച്ച് ഇവിടെ പറയുന്നത്. 1, നിങ്ങൾ ശാസ്ത്രിമാരെ പോലെ ആകരുത്. 2, നിങ്ങൾ പരീശന്മാരെ പോലെ ആകരുത്. 3, നിങ്ങൾ ജാതികളെ പോലെ ആകരുത്. അവരെ പോലെ ആകരുത് എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് നമ്മൾ പഠിക്കുന്നത്. ശാസ്ത്രിമാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ന്യായപ്രമാണം അറിയുന്നവരുമാണ്, പഠിപ്പിക്കുന്നവരുമാണ്. ന്യായപ്രമാണം പഠിപ്പിക്കുന്നവരാണ്. ന്യായപ്രമാണം പഠിപ്പിക്കുമ്പോൾ അവർ പറയുന്നു, ദൈവം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞ് അവരെ അഭ്യസിപ്പിക്കുകയാണ്. അതിന് ന്യായശാസ്ത്രിമാർ
തിരുവെഴുത്തുകളെ ഉപയോഗിക്കുന്നുണ്ട്. തിരുവെഴുത്തുകൾക്ക് അപ്പുറത്ത് അവരുടേതായിട്ടുള്ള വ്യാഖ്യാനങ്ങളും കൂടെ അവർ ചേർത്തിട്ടുണ്ട്. തിരുവെഴുത്ത് മാത്രമല്ല, അതിൻ്റെ വ്യാഖ്യാനങ്ങളും അത് പലയിടത്തും നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ പഠിപ്പിക്കുന്ന ന്യായശാസ്ത്രിമാരെ പോലെ നിങ്ങൾ ആകരുത്. പരീശൻ്റെ പ്രത്യേകത, ആ പരീശൻ ഈ പറയുന്ന റിലീജിയസ് ആയിട്ടുള്ള ന്യായപ്രമാണത്തെ അനുസരിക്കാൻ അല്ലെങ്കിൽ അനുകരിക്കാൻ പരിശ്രമിക്കുന്നവരാണ്. ഒരുമാതിരി മാനമര്യാദയ്ക്ക് ജീവിക്കണമെന്നും ന്യായപ്രമാണം അനുസരിക്കണമെന്നും ഒക്കെ ചിന്തിക്കുന്നവരാണ്. പക്ഷെ ഇവരുടെ രണ്ടു കൂട്ടരുടെയും പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അവർക്ക് ലഭിച്ച ന്യായപ്രമാണത്തിലെ വാക്കുകളെ മാത്രമേ ഇവരെടുക്കുന്നുള്ളൂ. വാക്കുകൾ വെച്ചാണ് ഇവരുടെ കളി മുഴുവൻ. ഓരോ വാക്യങ്ങളിലെയും വാക്കുകളെ എടുക്കും, അതിൻ്റെ സ്പിരിറ്റിനെ അവരെടുക്കുന്നില്ല, വാക്കുകളെ എടുക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കർത്താവ് പറയും അങ്ങനെ ആകരുത്. അതാണ് സെർമൺ ഓൺ ദ മൗണ്ടിൽ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ശാസ്ത്രിമാർ ന്യായപ്രമാണം പഠിപ്പിച്ചു, പരീശന്മാർ ആക്ഷരികമായി അതനുസരിച്ചു, അതിൻ്റെ ആത്മാവിനെ അവർ മനസ്സിലാക്കിയില്ല. കർത്താവ് ഓരോ ഭാഗവും പറയുമ്പോൾ പിന്നീട് പറയുന്ന എല്ലാ കാര്യങ്ങളിലും 20 കഴിഞ്ഞിട്ടുള്ള വാക്യങ്ങളെല്ലാം പറയും, കൊല ചെയ്യരുത് എന്നും ആരെങ്കിലും, 21-ാം വാക്യം, കൊല ചെയ്യരുതെന്നും ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്നും പൂർവന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഞാനോ നിങ്ങളോട് പറയുന്നത്. അതായത് ന്യായശാസ്ത്രിമാർ പഠിപ്പിച്ച തിരുവചനം കർത്താവ് കോട്ട് ചെയ്തിട്ട്, ഞാനോ നിങ്ങളോട് പറയുന്നത്, അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഞാനോ നിങ്ങളോട് പറയുന്നത്. അരുളി ചെയ്തത് കേട്ടിട്ടുണ്ടല്ലോ എന്നാണ് 21-ാം വാക്യത്തിൽ. അതിൻ്റെ 27-ാം വാക്യത്തിൽ വ്യഭിചാരം ചെയ്യരുതെന്ന് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അതിൻ്റെ 31-ാമത്തെ വാക്യത്തിൽ ആരെങ്കിലും ഭാര്യയെ ഉപേക്ഷിച്ചാൽ അവൾക്ക് ഉപേക്ഷണപത്രം കൊടുക്കട്ടെ എന്നും അരുളി ചെയ്തിട്ടുണ്ടല്ലോ. 33-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് കള്ളസത്യം ചെയ്യരുതെന്നും സത്യം ചെയ്തത് കർത്താവിനെ നിവർത്തിക്കണമെന്നും പൂർവന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. 38-ാമത്തെ വാക്യത്തിൽ അവിടെ കണ്ണിന് പകരം കണ്ണും പല്ലിന് പകരം പല്ലും എന്ന് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. 43-ാമത്തെ വാക്യത്തിൽ നമ്മൾ കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നും ശത്രുവിനെ പകയ്ക്കുക എന്നും അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എല്ലാം അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അരുളി ചെയ്തതിനകത്ത് പ്രശ്നമൊന്നുമില്ല. അരുളി ചെയ്തത് ന്യായപ്രമാണമാണ്. ഈ ന്യായപ്രമാണത്തെ ചില ആളുകൾ, ദുരുപദേശക്കാർ ഒത്തിരി ഇറങ്ങിയിട്ടുണ്ടല്ലോ, അവർ പറയുന്നത് നമ്മൾ അതൊക്കെ പഴയ നിയമത്തിലെ കാര്യങ്ങളാണ്, അതൊന്നും നമുക്ക് പുതിയ നിയമത്തിലില്ല എന്ന് പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. ന്യായപ്രമാണം വേണ്ട എന്ന് പറയുന്നവരുൾപ്പെടെ. ന്യായപ്രമാണത്തെ കർത്താവ് ക്രൂശിൽ തറച്ച് അതിൻ്റെ നടുവിൽ നിന്ന് നീക്കി കളഞ്ഞെന്ന് പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് ഇനി ന്യായപ്രമാണം ഇല്ല, അത് ക്രൂശിൽ ന്യായപ്രമാണം നീക്കിക്കളഞ്ഞു. ഈ വേദപുസ്തകം വായിക്കുമ്പോൾ ഇതിനകത്തെ ഒരു വലിയ പ്രോബ്ലം, ആ എഴുതിയിരിക്കുന്ന വാക്കുകൾ ഒത്തിരിയൊന്നും വേണ്ട, ഒന്നുകൂടെ വായിച്ചായിരുന്നെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഒന്നുകൂടെ. പക്ഷേ അത് വായിക്കത്തില്ല അവർക്ക് തോന്നുന്നതൊക്കെ എഴുതി അല്ലെങ്കിൽ അതങ്ങ് പറയുകയാണ്. നമ്മൾ കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ, അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അപ്പോൾ ഒന്ന് ആലോചിച്ചേ, ഇവിടെ എന്താ പറയുന്നത്? ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായിച്ച്, ഇല്ലേ? കയ്യെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ന്യായപ്രമാണം മാറ്റിയെന്നാണ് എഴുതിയിരിക്കുന്നത്, ചട്ടങ്ങൾ മാറ്റിയെന്ന് എഴുതിയിട്ടില്ല. ചട്ടങ്ങളല്ല തറച്ചത്. നിങ്ങൾ ആര് വായിച്ചാലും, ഞാൻ മലയാളത്തിൽ നിന്ന് തന്നെ വായിച്ചതല്ലേ. ചട്ടങ്ങൾ മാറ്റിയെന്ന് എഴുതിയിട്ടുണ്ടോ അവിടെ? ഉണ്ടോ? ഇല്ല. ചട്ടങ്ങളല്ല മായിച്ചത്, ന്യായപ്രമാണമല്ല മായിച്ചത്. ന്യായപ്രമാണത്താൽ നമുക്ക് വിരോധമായിരുന്ന ഒരു കയ്യെഴുത്ത്. എന്താണത്? ന്യായപ്രമാണം എന്ന് പറയുന്നത് ലോയാണ്. ആ ലോ അനുസരിച്ചില്ലെങ്കിൽ ഒരു കുറ്റപത്രമുണ്ടാകും. ഇപ്പൊ ഇന്ത്യൻ പീനൽ കോഡിൽ മോഷ്ടിക്കരുത് എന്ന് എഴുതിയിരിക്കുന്നു. ഓക്കെ, മോഷ്ടിക്കരുത് എന്ന് എഴുതിയിരിക്കുന്ന ഈ പീനൽ കോഡ് ഞാൻ അനുസരിക്കാതെ മോഷ്ടിച്ചു, ഒരുത്തനെ തല്ലി. ഇതൊന്നും ഇന്ത്യൻ പീനൽ കോഡിൽ അല്ലെങ്കിൽ അനുവദിക്കുന്ന കാര്യമല്ല. ഇന്ത്യൻ ശിക്ഷാ നിയമം, ആ ശിക്ഷാ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കുന്നതിന് പകരം
അത് ഞാൻ അനുസരിക്കാതെ ഞാൻ തെറ്റ് ചെയ്താൽ കോടതിയിൽ വരുമ്പോൾ എനിക്കെതിരെ ഒരു കുറ്റപത്രം അവിടെ ഉണ്ട്. ആ കുറ്റപത്രത്തിൽ എഴുതിയിരിക്കുന്നത് ഈ വ്യക്തി ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് ചെയ്യരുതാത്തതായ നമ്പർ 1, നമ്പർ 2, നമ്പർ 3, നമ്പർ 4 ഈ കുറ്റങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവൻ ശിക്ഷയ്ക്ക് യോഗ്യനാണ്. അപ്പൊ ഈ കുറ്റപത്രം എനിക്കെതിരെയുള്ള ഒരു കയ്യെഴുത്താണ്. ഇന്ത്യൻ ശിക്ഷാ നിയമമല്ല എനിക്കെതിരെയുള്ളത്. ഇന്ത്യൻ ശിക്ഷാ നിയമം ഇന്ത്യയിലെ ഒരു വ്യക്തിക്കും എതിരല്ല. അത് തെറ്റിക്കുന്നവന് മാത്രമേ എതിരാകത്തുള്ളൂ. ഞാൻ പറഞ്ഞതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കണം. ഇന്ത്യൻ ശിക്ഷാ നിയമം നമുക്ക് വിരോധമാണ്, പ്രതികൂലമാണെന്ന് പറയാൻ പറ്റില്ല. ആ ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ചാണ് നമുക്ക് സംരക്ഷണം കിട്ടുന്നത് പോലും. അതുകൊണ്ടാണ് നമ്മുടെ മേലെ ആളുകൾ അതിക്രമിച്ച് കിടക്കാത്തത്. നമുക്ക് സംരക്ഷണം നൽകാൻ വേണ്ടിയാണ് ഇന്ത്യൻ ശിക്ഷാ നിയമം ഉണ്ടാക്കിയിരിക്കുന്നത്. അതനുസരിക്കുന്നവന്, അതനുസരിക്കാത്തവന് അവന് ലഭിക്കുന്നതായ കുറ്റപത്രം, ആ കുറ്റപത്രം യേശു കർത്താവ് കാൽവറി ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? നമ്മൾ പാപം ചെയ്യുമ്പോൾ നമ്മുടെ പാപത്തിൻ്റെ ലിസ്റ്റ് അത് വെച്ച് നമ്മളെ നരകത്തിലേക്ക് പറഞ്ഞു വിടാൻ പറ്റും. കാര്യം പാപം ചെയ്യുന്ന ദേഹി മരിക്കും നിശ്ചയം, അവനുള്ളത് നിത്യ നരകമാണ്. ന്യായപ്രമാണം ഞാൻ തെറ്റിക്കുമ്പോൾ എനിക്കെതിരെയുള്ള കുറ്റപത്രം അത് എന്നെ നരകത്തിലേക്ക് വിടാൻ പോലും പര്യാപ്തമാണ്. പക്ഷെ യേശു കർത്താവ് ക്രൂശിൽ എന്താ ചെയ്തത്? ഞാൻ പാപിയായിരുന്നു, ഞാൻ ചെയ്ത പാപങ്ങളുടെ ലിസ്റ്റ് അത് പിശാചിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് അവനത് ക്രൂശിൽ തറച്ചു, നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അവിടെ എഴുതിയിരിക്കുന്നത് ഹി ബ്ലോട്ടഡ് ഇറ്റ് ഔട്ട് വിത്ത് ഹിസ് ബ്ലഡ് എന്നാ. അവൻ്റെ രക്തത്താൽ അവനത് ഒപ്പിയെടുത്തു, അവൻ്റെ രക്തം അങ്ങ് പുരട്ടി. എനിക്കെതിരെയുള്ള പാപത്തിൻ്റെ ലിസ്റ്റിൻ്റെ മേൽ അവൻ എന്ത് ചെയ്തു? രക്തം പുരട്ടി. സാത്താൻ ആള് മോശമല്ല, അവൻ പിന്നെയും ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലും. ഈ സാജു ഇവൻ എന്തൊക്കെ പാപം ചെയ്തിട്ടുണ്ടെന്നറിയാമോ, അവനെ നരകത്തിലോട്ട് പറഞ്ഞു വിടണം എന്ന് ദൈവത്തിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞാൽ കർത്താവിന് എന്താ പറയാൻ പറ്റുന്നത്? അവൻ എന്തോ പാപമാണ് ചെയ്ത്? എൻ്റെ പാപത്തിൻ്റെ ലിസ്റ്റെല്ലാം കൂടെ സാത്താൻ അങ്ങ് പറയാണെന്ന് വെച്ചു. സാത്താൻ പറഞ്ഞാൽ കർത്താവ് ചോദിക്കും, എന്തിയാ ഇവനെതിരെയുള്ള കുറ്റപത്രം? അപ്പം സാത്താന് വാസം പറഞ്ഞു കഴിഞ്ഞാൽ ക്രൂശിലേക്ക് നോക്കാൻ പോലും പേടിയാ. അവന് അങ്ങോട്ട് നോക്കിക്കൊണ്ട് പറയും, ദോ അവിടെ ഉണ്ട്, അവിടെ എവിടെ? ക്രൂശിലോക്കിൽ ഇങ്ങനെ കയ്യും ചൂണ്ടി പറയും, അവിടെ ഉണ്ട്. പിതാവായ ദൈവം പറയും, യെസ്, അവിടെ ഞാനൊരു കടലാസ് കാണുന്നുണ്ട്. പക്ഷേ ഞാൻ നോക്കുമ്പോൾ അതിൽ കാണുന്നത് ഇവൻ്റെ പാപങ്ങളുടെ ലിസ്റ്റല്ല, പ്രത്യുത എൻ്റെ പുത്രൻ്റെ രക്തമാണ്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് ക്രൂശിൽ തറച്ചത് ന്യായപ്രമാണമല്ല, ക്രൂശിൽ തറച്ചത് ന്യായപ്രമാണം മുഖേന എനിക്ക് ലഭിക്കേണ്ടിയിരുന്ന എൻ്റെ കുറ്റപത്രം, അല്ലെങ്കിൽ എന്നെ നരകത്തിലേക്ക് തള്ളിവിടുവാൻ പ്രാപ്തമായ കുറ്റപത്രത്തെയാണ് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞത്, ന്യായപ്രമാണത്തെ അല്ല. കുറച്ചുകൂടെ പറഞ്ഞാൽ, ഞാനൊരു പാപം ചെയ്തു, തെറ്റ് ചെയ്തു, എന്നെ ശിക്ഷയ്ക്ക് വിധിച്ചു, ഞാനൊരു എന്തെങ്കിലും മാരകമായ ഒരു പാപമെന്ന് വെച്ചു, അല്ലെങ്കിൽ ഞാൻ കടം കയറി ആകപ്പാടെ ഇന്ത്യൻ പീനൽ കോഡ് 312 നിയമം വെച്ച് എന്ന് പറഞ്ഞ് എനിക്കെതിരെ ഒരു ശിക്ഷാവിധി ഉണ്ടായി, അല്ലെങ്കിൽ എന്നെ കൊലക്കുറ്റത്തിന് അറസ്റ്റ് ചെയ്തു, എന്നെ കൊണ്ടുപോയി എനിക്ക് മരണശിക്ഷ നൽകി. അപ്പം ഞാനൊരു ദയാഹർജി പ്രസിഡന്റിന് കൊടുത്തു. കൊല ചെയ്യരുത് എന്ന നിയമം ഞാൻ തെറ്റിച്ചു. കൊല ചെയ്യരുതെന്നുള്ളത് ന്യായപ്രമാണമാണ്. ഞാൻ ആ നിയമം തെറ്റിച്ചപ്പോൾ ഞാനൊരു ദയാഹർജി കൊടുത്തു. പ്രസിഡന്റ് എനിക്ക് ദയ തന്നു, എന്നെ വിടുവിച്ചു. എന്നെ വിടുവിച്ചാൽ ന്യായപ്രമാണത്തിൽ അല്ലെങ്കിൽ പീനൽ കോഡിൽ കൊല ചെയ്യരുതെന്ന് എഴുതിയത് മായിച്ചു കളഞ്ഞെന്നാണോ അർത്ഥം? അതുകൊണ്ട് നാളെ തൊട്ട് ആർക്ക് വേണമെങ്കിലും കൊല ചെയ്യാമെന്നാണോ അർത്ഥം? അല്ല. അതുകൊണ്ട് ന്യായപ്രമാണം നീങ്ങിയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അത് കർത്താവ് തന്നെ പറയുകയാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചല്ലോ, അതിൻ്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് കർത്താവ് തന്നെ പറയുകയാണ്, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നുവെന്ന് നിരൂപിക്കരുത്. നീക്കുവാനല്ല, നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത്.
ന്യായപ്രമാണത്തെ നീക്കാനല്ല, എന്നാൽ ന്യായപ്രമാണം തെറ്റിച്ചവൻ്റെ ശിക്ഷാവിധിയെ ഇല്ലാതെയാക്കുവാനാണ് ഞാൻ വന്നത്. അതിനുവേണ്ടി ഞാൻ ന്യായപ്രമാണം അനുസരിച്ച് ജീവിച്ച് അവൻ്റെ മരണം ഞാൻ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്നാരും നിരൂപിക്കരുത്. നീക്കുവാനല്ല, നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത്. എന്നെ രക്ഷിപ്പാനായി ഉന്നതം വിട്ടു മണ്ണിൽ വന്ന നാഥ സ്തുതി നിനക്ക്. എന്നെ രക്ഷിപ്പാനായി ഉന്നതം വിട്ടു മണ്ണിൽ വന്ന നാഥ സ്തുതി നിനക്ക്. സ്തുതിക്കുന്നു നാഥ അനുദിനവും സ്തുതിയുടെ മധ്യേ വസിപ്പവനേ. സ്തുതിക്കുന്നു നാഥ അനുദിനവും സ്തുതിയുടെ മധ്യേ വസിപ്പവനേ. രണ്ടു കള്ളർ മധ്യേ ക്രൂശിൽ മരിച്ചു. എന്റെ പാപശാപമെല്ലാം നീ വഹിച്ചു. രണ്ടു കള്ളർ മധ്യേ ക്രൂശിൽ മരിച്ചു. എന്റെ പാപശാപമെല്ലാം നീ വഹിച്ചു. സ്തുതിക്കുന്നു നാഥ അനുദിനവും സ്തുതിയുടെ മധ്യേ വസിപ്പവനേ. സ്തുതിക്കുന്നു നാഥ അനുദിനവും സ്തുതിയുടെ മധ്യേ വസിപ്പവനേ. ഇന്നയോളമെന്നെ കാത്തു സൂക്ഷിച്ചു. ദൂതഗണത്തെ എനിക്കു കാവലായി തന്നു. ഇന്നയോളമെന്നെ കാത്തു സൂക്ഷിച്ചു. ദൂതഗണത്തെ എനിക്കു കാവലായി തന്നു. സ്തുതിക്കുന്നു നാഥ അനുദിനവും സ്തുതിയുടെ മധ്യേ വസിപ്പവനേ. സ്തുതിക്കുന്നു നാഥ അനുദിനവും സ്തുതിയുടെ മധ്യേ വസിപ്പവനേ. വീടൊരുക്കി വേഗം വരും എനിക്കായി. നിത്യതയിൽ ചേർന്നിടുന്ന നാളെന്താനന്ദം. വീടൊരുക്കി വേഗം വരും എനിക്കായി.